ലിസി ആശുപത്രിയിൽ ഹൃദ്രോഗിക്കുണ്ടായ ദുരനുഭവം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എറണാകുളം ലിസി ആശുപത്രിയിൽ ദുരനുഭവം നേരിട്ട 2 പേരുടെ അനുഭവങ്ങൾ ഞങ്ങൾ കൊടുത്തിരുന്നു. ഈ വാർത്ത കണ്ട് ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്നും പലതരത്തിലുള്ള തട്ടിപ്പിനിരയായ നിരവധി ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് കളമശ്ശേരി സ്വദേശിയായ MK ചെറിയാനുണ്ടായ അനുഭവമാണ്. ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാകാനായി അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗിയോട് കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. അതിലെല്ലാം ഉപരി 2 സ്റ്റെൻറ്റിട്ട് ബ്ലോക്ക് മാറ്റി എന്ന് വിശ്വസിപ്പിച്ച രോഗിക്ക് വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുകയും മറ്റൊരു ആശുപത്രിയിൽ പോയപ്പോൾ ആദ്യം 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടില്ല എന്നും വെളിവായി. ജോസ് ചക്കോ പെരിപ്പുറം വല്ലപ്പോഴും ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തുമ്പോൾ വലിയ PR വർക്ക് നടത്തി ആശുപത്രി മൈലേജ് ഉണ്ടാക്കുന്നു. മറുവശത്ത് രോഗികളെ കബളിപ്പിച്ച് തീവട്ടിക്കൊള്ള നടത്തുകയാണ് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ലിസി ആശുപത്രി. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഈ ആശുപത്രി പല ചട്ടങ്ങളും ലംഘിച്ച് ആവശ്യമായ പല ലൈസൻസുകളും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്ത അടുത്ത ദിവസം. ഇനി MK ചെറിയാൻ പറയുന്നത് കേൾക്കുക. എന്റെ പേര് MK ചെറിയാൻ, മൂലേത്ര വില്ല, കളമശ്ശേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. കളമശ്ശേരി ഞാൻ ഒരു ഗൾഫ് റിട്ടേണറാണ്. അപ്പൊ ഞാൻ 2007 തിരിച്ചു വന്നത്. 2007 വന്ന് ഞങ്ങൾ സുഖമായിട്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് 3 മക്കളുണ്ട്. അവരെല്ലാം പുറത്ത്, അവരെല്ലാം പഠിപ്പിച്ച് അവിടെ പുറത്തൊക്കെ ജോലി ചെയ്യുക. ഇങ്ങനെ ഒരു വഴിക്ക് കളമശ്ശേരിയിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത് ഞാൻ ഒരാളെ, എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. വണ്ടി നിർത്തി, വെള്ളം കുടിച്ചിട്ട് ഇറങ്ങുന്നില്ല, എഴുന്നേറ്റ് കാറ്റെടുത്ത് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ എന്നോട് ചോദിച്ചു എന്നെ പറ്റി. ഞാൻ പറയും ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു ഹോസ്പിറ്റലിൽ പോകണോ? ഞാൻ പറഞ്ഞു ഞാൻ പോകണം. പെട്ടെന്ന് പുള്ളി വണ്ടി ഓടിച്ചു ഷടവൂന്ന് കിൻഡർ ഹോസ്പിറ്റലിലേക്ക് പോയി. കിൻഡർ ഹോസ്പിറ്റൽ എന്ന് പറയാൻ നമ്മുടെ മുത്തടിപ്പാലം, എന്റെ പേര് കിംസ് ഹോസ്പിറ്റൽ എന്നായിരുന്നു. ഇപ്പോഴാണ് കിൻഡർ എന്നാക്കിയത്. അപ്പൊ വണ്ടി ഓടിക്കുന്ന വഴിക്കൊക്കെ എനിക്ക് ഒരു വിധത്തിലും പറ്റുന്നില്ല, ശ്വാസം ഇടാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അവിടെ ചെന്ന് ഒരു വിധത്തില് എങ്ങനെയോ അവിടെ എത്തി. ഷടവൂന്ന് പുള്ളി ഒരു കൈ കൊണ്ട് എന്റെ പുറം കഴുകിക്കൊണ്ടിരുന്നു, വണ്ടി ഓടിച്ചോണ്ടിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇന്റർ ഹോസ്പിറ്റലിൽ കയറി. പെട്ടെന്ന് അവര് ഇതെല്ലാം വെച്ചു, പിന്നെ ഓക്സിജൻ ഇതെല്ലാം ഫിക്സ് ചെയ്തു. ഞാനത് തട്ടിപ്പറിച്ച് കളയും. എനിക്ക് കാരണം അതും എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല, ഓക്സിജന്റെ ഇതും എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റില് അവരൊരു വിധത്തിൽ എന്റെ കൈയും കാലും എല്ലാം പിടിച്ച് കെട്ടി ഇതോ എന്റെ മുഖത്ത് വെച്ച് ഒരു വിധത്തിൽ വലിപ്പിച്ച് ഏകദേശം ഒരു 4-10-15 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് വലിക്കാൻ തുടങ്ങി. എന്റെ അതങ്ങ് മാറി. ഷെഡോന്ന് എനിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരുന്നു. അവർ വെള്ളം തന്നു, കുടിച്ചു കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. പറഞ്ഞു എത്രയും പെട്ടെന്ന് കാർഡിയോളജിസ്റ്റ്. ആദ്യം ഏത് ആശുപത്രിയിലാണ് പോയത്? കിൻഡർ ഹോസ്പിറ്റൽ എന്ന് പറയാൻ നമ്മുടെ മുത്തടിപ്പാലം, എന്റെ പേര് കിംസ് ഹോസ്പിറ്റൽ എന്നായിരുന്നു. ഇപ്പോഴാണ് കിൻഡർ എന്നാക്കിയത്. ഞങ്ങളുടെ അടുത്താ, വലിയ ദൂരമില്ല, ഞാൻ താമസിക്കാൻ എടുത്തു. പെട്ടെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് കാർഡിയോളജിസ്റ്റിനെ കാണണം, ഇവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല, പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. ലെറ്ററും തന്നു. പിന്നെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റല്, കാർഡിയോളജിസ്റ്റ് ഉള്ള ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അന്വേഷിച്ച് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. എന്നെ പുള്ളി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. എന്നെ ഓടിച്ചോണ്ട് പോയ ആൾ ഇവിടെ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിച്ചു പോയി. വൈഫിനോടൊന്നും പറഞ്ഞില്ല. വൈഫിനോടൊക്കെ അവിടുന്ന് പുള്ളിക്കാരൻ തന്നെ വിളിച്ചു പറയും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു ശ്വാസം മുട്ടലുണ്ടായി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അവരെല്ലാം കൂടെ ഓടി അവിടെ വന്നു. മോളും പിന്നെ മദറും വൈഫും കൂടെ ഓടി ഹോസ്പിറ്റലിൽ വന്നു. അപ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടുവെച്ച് പുള്ളി പോയി. അത് കഴിഞ്ഞ് ഞങ്ങള് പലരോടും ഇങ്ങനെ അന്വേഷിച്ചു ഇനി എവിടെ നല്ല കാർഡിയോളജിസ്റ്റ് ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എല്ലാവരും പറഞ്ഞു അയ്യോ ലിസി ഹോസ്പിറ്റൽ ഭയങ്കര ഫേമസ് ആണ്, നല്ലതാണ്, എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി. അത് തന്നെയല്ല, എന്റെ ഒരു മോന്റെ വൈഫ് അവിടുത്തെ ഒരു സിസ്റ്ററുമായിട്ട് പരിചയമുണ്ടായിരുന്നു. അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പം അവനും വിളിച്ച് അവരോട് പറഞ്ഞു ഇങ്ങനെ എന്റെ ഭാഗത്തെ അത് എത്രയും പെട്ടെന്ന് നോക്കണം എന്ന് എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്ത് വൈഫിനോട് പറഞ്ഞു 3 ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഞാനകത്തിരിക്കുക, അകത്താ കിടക്കുക. ഞങ്ങൾ അതിനകത്ത് അഡ്മിറ്റ് ആയി. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം വൈഫ് ഇവരെ വിളിച്ച് കോൺഫറൻസ് നടത്തുമല്ലോ, ഇതെല്ലാം നടത്തിയവരെ ഇതുണ്ട്, ടോക്കുണ്ട്, ഇവരോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നോടല്ല, വൈഫിനോട്. അപ്പൊ എന്റെ കൂടെ വന്ന ആളിനോടാണെന്ന് പറയുന്നത്. അപ്പോഴാ വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ 3 ബ്ലോക്ക് ഉണ്ട്, 2 എണ്ണം ചെറുതാണ്, ഒരെണ്ണം 90% ആന്ന് പറഞ്ഞു. ഹാർട്ടിന്റെ റൈറ്റ് ആർട്ടറി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്ത് വേണം? ബൈപ്പാസിനാണെങ്കിൽ എത്ര പറഞ്ഞു? 3.5 ലക്ഷം രൂപ. ബൈപ്പാസിന് 3.5 പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി ആണ് എത്ര പറഞ്ഞു? ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ 2.25. 2.25 അങ്ങനെ പറഞ്ഞു. 2.25. അതങ്ങനെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യാൻ? ഇഷ്ടം അനുസരിച്ചാ.
തുണിക്കച്ചവടമൊക്കെ പോലെ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാൻ വൈഫിന്റെ കൊടുക്കാം. ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് പറഞ്ഞു മെയിനായിട്ട് ഒരു ബ്ലോക്കും വേറെ 2 ചെറിയ ബ്ലോക്കും ഉണ്ട്. ആ മെയിൻ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും, ചിലപ്പം മറ്റേതും കൂടെ ചെയ്യേണ്ടി വരും. അങ്ങനെ 3 ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ചെയ്യാനായിട്ടെല്ലാം തീരുമാനമായി. അവിടെ പോയി അഡ്മിറ്റായി. പെട്ടെന്ന് അന്നേരം റൂമില്ലാന്ന് പറഞ്ഞു. AC റൂം ചോദിച്ചിട്ട് AC റൂം ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അവര് ഷെഡ്യൂളാന്നെല്ലാം റെഡിയാക്കി തന്നു. എന്നിട്ട് നമുക്ക് ഈ വിലവിവര പട്ടിക പറഞ്ഞപ്പോ എത്ര രൂപയ്ക്കാ വിലവിവര പട്ടിക പറഞ്ഞത്? അത് 3.5 ലക്ഷം രൂപയാണ് അന്ന് ബൈപ്പാസിന് പറഞ്ഞത്. അതിപ്പോ 3-4 വർഷമായില്ലേ. ആൻജിയോഗ്രാമിന് 2.25 പറഞ്ഞത്, 2.20, 2.25 അങ്ങനെയൊക്കെയാ പറഞ്ഞത്. സ്റ്റെന്റ് ഇടുന്ന എണ്ണം കൂടിയാ വീണ്ടും കൂടുമെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ ഒരു മെയിൻ ഒരു ബ്ലോക്കിനല്ലേ 2.25 പറഞ്ഞത്? അതെ, അത് അവർ പറയുന്നില്ലല്ലോ. 1 above 90 ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ അറിയത്തില്ല, വേറെ ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അത് ഇത്ര ഇല്ല, അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ പിന്നെ ബൈപ്പാസ് വേണ്ട, ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഇതങ്ങ് ബൈപ്പാസ് ആണ്, ഒരാഴ്ച കിടക്കേണ്ടി വരും. സ്റ്റെന്റ് ഇട്ടാല് അത്രയൊന്നും ആവത്തില്ല എന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ ഇതെന്ന തീരുമാനമായി. സ്റ്റെന്റ് ഇട്ടാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി. സ്റ്റെന്റ് ഇടാൻ വേണ്ടി വലിയൊരു സംഭവം നടന്നവിടെ. അതായത് എന്നെ നാളെ രാവിലെ പിന്നെ റെഡിയായി കുളിച്ച് പോയിട്ട് വന്ന് ഷേവ് ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി രാവിലെ കുളിച്ച് റെഡിയായി 7 മണിയാകുമ്പോൾ റെഡിയായിരിക്കണം എന്ന് പറഞ്ഞു. 5 മണി 5:30 ആയപ്പോൾ അവർ വന്നു. ഞാൻ കുളിച്ചു, ഇതെല്ലാം റെഡിയാക്കി യൂണിഫോം ഒക്കെ ഇട്ട് കസേരയിലിരുത്തി. എന്നിട്ട് ഇവരങ്ങ് പോയി. പറഞ്ഞു ഒന്നും കുടിക്കരുത്, വേണേ ശാലം പച്ചവെള്ളം കുടിച്ചു, വേറെ ഒന്നും കുടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചു. അങ്ങനെ ഈ കസേര ഇവരുടെ വീൽ ചെയർ കുട്ടിക്കൊണ്ട് പോകുന്ന സാധനത്തിൽ ഇരിക്കുക. രാവിലെ 7 മണി മുതൽ 8 9 10 11 12 1 മണിയായി 2 മണിയായി 3 മണിയായി ഇവരാരും വരുന്നില്ല. ഒരു 4 മണി കഴിഞ്ഞാണ് ഞാൻ പുറത്തോട്ട് ഇത് തള്ളിക്കൊണ്ട് വൈഫും കൂടെ ഞങ്ങളെ പുറത്തോട്ടിറങ്ങി വിളിച്ചു. അപ്പുറത്തെ കൗണ്ടർ സിസ്റ്റേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നത്. സിസ്റ്റർ എന്തുവായി എന്റെ കാര്യം? ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുക, വെള്ളം. ഞാനൊരു ഷുഗർ പേഷ്യന്റുമാണ്, എനിക്ക് ഷുഗറുമുണ്ട്. ഒരു മരുന്നും കഴിക്കാതെ ഇങ്ങനെ ഇതിലിരിക്കുകയാണ്. 4:30 ആയപ്പോഴാണ് ഞാൻ ഈ വിളിച്ച് പറയുന്നത് വിവരമൊക്കെ. ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഷടൂന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ മറ്റേ സിസ്റ്റർ ഡ്യൂട്ടി ഉണ്ടാകുന്ന സിസ്റ്റർ ഇൻചാർജ് പോയി, ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോയി എന്നൊക്കെ ഉപായത്തിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് മെസ്സേജ് കള്ളത്തിലായി പറയുന്നതെന്നുള്ളത്. അതിന് മുമ്പ് എന്നെ ഇവര് ഒരു വിധത്തിൽ കൊണ്ടുപോയി താഴെ വരെ. സ്റ്റെന്റ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ സ്റ്റൈലിൽ കൊണ്ടുപോയി അവിടെ താഴെ കൊണ്ടുപോയി. അപ്പൊ സ്റ്റെന്റ് ഇടുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കണം, 1-2 ഗുളിക കഴിക്കണം 1 മണിക്കൂർ മുമ്പ്. അപ്പൊ അത് എനിക്ക് തന്നിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ആ സിസ്റ്റർ ചോദിച്ചു, ആ ഗുളിക കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞു, വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്നു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്ററെ വിളിച്ച് ഈ സിസ്റ്റർ ചീത്ത വിളിക്കുന്നു, കുറച്ച് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു, നീ എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പൊ അവര് എന്തൊക്കെയോ പറഞ്ഞു, അത് നമുക്ക് കേൾക്കത്തില്ലല്ലോ. അപ്പൊ ഇവര് ഷൗട്ട് ചെയ്യുന്നില്ല, നീ എന്തുകൊണ്ടാ ഗുളിക കൊടുത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞില്ല, റിപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയപ്പം വേറെ ഓപ്പറേഷനില്ല ഡോക്ടർ. ഞാൻ പറഞ്ഞു എന്നെ റൂമിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ റൂമിൽ കൊണ്ടാക്കാൻ, എനിക്ക് ചായയെങ്കിലും കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് അവര് പിന്നെ പറഞ്ഞു എന്നാൽ റൂമിൽ കൊണ്ടാക്കുന്നു പറഞ്ഞു. റൂമിൽ കൊണ്ടാക്കി ഞാൻ ബഹളം വെച്ചപ്പോൾ റൂമിൽ കൊണ്ടാക്കി. ഞാൻ ആ കിടന്ന് വെള്ളം ഉണ്ടാക്കി. ഇങ്ങനെ എന്നെ ഒഴിവാക്കുക, പെട്ടെന്ന് ഇതെല്ലാം ഊരിക്കളാ, എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഡോക്ടറെ വിളിച്ചു. അവിടുന്ന് അവർ പോയി, അവർ വെള്ളം ഉണ്ടാക്കി. പിന്നെ ഡോക്ടർ ഓടി ഇവിടെ വന്നു. അപ്പൊ പുള്ളി യൂണിഫോം ഒക്കെ ഇട്ടുണ്ടാ വന്നത്. ആദ്യം പറഞ്ഞ് കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിരിക്കുക എന്നും പറഞ്ഞ് ആ സമയത്താണല്ലോ. റൂമിൽ കൊണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ ഓടി വന്നു. ഡോക്ടർ ഓടി കൈയും കൂപ്പി നിന്ന് സോറി മറ്റേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്തോ ചെയ്യണം, ഇങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല, എന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ കാശൊക്കെ ഞാൻ കൊടുത്തതാ. ഈ കാർഡിയോളജിസ്റ്റ് ആരായിരുന്നു? ജാബർ അബ്ദുള്ള കുട്ടി. പുള്ളിയാണ് ഇത് ചെയ്യാൻ വന്നത്. പുള്ളി എന്റെ കാലെ വീണ് ഇത് പറഞ്ഞ് പോകരുത്, അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഗുളിക തരണമെന്ന് പറഞ്ഞു. അത് തന്നിട്ടില്ല, അത് കുഴപ്പമില്ല, ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് ഏതായാലും ആ യൂണിഫോം ഓപ്പറേഷൻ സമയത്ത് തന്നെ ഓടി വന്നത്. 10 മിനിറ്റ് ഞാൻ കൊണ്ടുപോയി ഷെഡൂന്ന് ഇതൊക്കെ ചെയ്തു. പക്ഷെ നമ്മള് മയങ്ങിപ്പോയില്ലേ, എന്നെ അങ്ങ് മയക്കിയില്ലേ ഇത് ചെയ്യുമ്പോഴ്. അല്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പം സെഡേഷനിലായിരുന്നോ? എനിക്ക് കുറച്ച് ബോധമുണ്ട്, അറിയാം കുറച്ചൊക്കെ. എന്നോട് പറയും ഇങ്ങനെ സ്ത്രീ കാണാന്നൊക്കെ, പക്ഷേ കുറച്ചൊക്കെ എനിക്ക് കാണാം. പക്ഷെ അതിനൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടുമ്പോൾ ഞാൻ നാക്കിനടിയിൽ ഒരു ഗുളിക ഇടും, പണ്ട് എനിക്കൊരു ഡോക്ടറെ എഴുതി തന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇടണം. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഇതുണ്ടായെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് നാക്കിനടിയിൽ ഇട്ടു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ ചെയ്തു. ഇവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നു, IC കൊണ്ടുവന്നു. വൈഫ് വന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിൽ കൊണ്ടുവന്നു അന്ന് തന്നെ. കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ലാസ്റ്റില്
2 പാക്കറ്റ് കൊണ്ട് തന്നു, 2 സ്റ്റെന്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 2 പാക്കറ്റ് സ്റ്റെന്റിന്റെ ഇട്ടേന്റെ തന്നു. ഞങ്ങൾ അത് മേടിച്ച് ബാക്കി 2-3 ദിവസം കഴിഞ്ഞല്ലേ, 2 ദിവസം കഴിഞ്ഞു, 2 ദിവസം കൂടെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പോവുകയും ചെയ്തു. ഇവിടെ വന്നു 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ സിംറ്റം, നെഞ്ചിനകത്ത് വിമ്മിഷ്ടം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കുമ്പം കരക്കുക, പിന്നെ ഇങ്ങനെ ഒരുമാതിരി ആ പഴയ പോലെ തന്നെ. ഞങ്ങൾ അവിടെ ചെന്നു. പുള്ളി ഓർക്കുന്ന പോലും ഇല്ല ഈ കാര്യങ്ങൾ. ഫയലെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പം ആദ്യം ഏതാണ്ട് 1-2 പേജ് നോക്കി വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ പണ്ട് ചെയ്താണെന്ന് ആദ്യം പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, എനിക്ക് ഇങ്ങനെ കിതപ്പുണ്ട്. എന്നാല് നമുക്ക് അഡ്മിറ്റ് ആവാം, ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരുമെന്നോ, ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയും സാറേ ഒന്ന് ചെയ്ത് സ്റ്റെന്റ് ഇട്ടതാണല്ലോ എന്ന്. അത് ഇത്ര നാൾ മുമ്പ്. അപ്പൊ പുള്ളി ഫയലും എല്ലാം നോക്കി വെച്ച് അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്, അത് പറയാനൊക്കത്തില്ല, ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചു റൂം ഇടപാട് പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. റൂം എല്ലാം റെഡിയാക്കി പെട്ടെന്ന് അവര് നമ്പരും ഒക്കെ തന്നു. നാളെ കഴിഞ്ഞ് വാന്ന് പറഞ്ഞു, വരണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വന്നു. നല്ല കാര്യമാണല്ലോ. ഇതിപ്പോ 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് റൂം എടുക്കുക, സ്റ്റെന്റ് ഇടുക, ഇതാണുള്ള പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അസുഖങ്ങളാ അങ്ങനെയൊക്കെയാ ഇങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞു പോന്നു. അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മക്കളോടൊക്കെ ആലോചിച്ചു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഓരോരുത്തരോടും പറഞ്ഞു കഴിഞ്ഞപ്പം ഇനിയിപ്പോ അങ്ങോട്ട് പോണ്ട. ഞങ്ങൾ ആശുപത്രി പോയി. ആശുപത്രി ചെന്ന് പുള്ളിയെല്ലാം നോക്കിയിട്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വിമർശനം എനിക്ക് കൂടി പിന്നെ കൂടി വരിക. ശരിയില്ല, അങ്ങനെയാ പോയത്. പുള്ളി ആൻജിയോഗ്രാം ചെയ്തു പറഞ്ഞു. അന്ന് ഇത് ഇട്ടിടത്ത് വളഞ്ഞിരിക്കുകയാണ് നേഴ്സ്. നിങ്ങള് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തില്ലേ, സ്റ്റെന്റ് ഇട്ടിടം വളഞ്ഞു പോയി എന്ന് പറഞ്ഞു. അത് നിവർത്തി കഴിഞ്ഞാൽ അത് അതിനകത്ത് വേസ്റ്റ് ഇരിപ്പുണ്ട്. കാരണം ഇത് ഇടുന്ന സമയത്ത് ഈ മോതിരം പോലൊരു സാധനമാണല്ലോ കയറി പോകുന്നത്, ചെറിയ സ്പ്രിങ് പോലെ ഇരിക്കും അത് തന്നെ. അപ്പൊ അത് പോകുമ്പോൾ ചോരയൊക്കെ പൊടി, അത് അവിടെ നിന്ന് ഉണങ്ങി. അപ്പൊ ഫോറിൻ ബോഡിയായിട്ട് ഇത് ചെയ്തിട്ട് അങ്ങനെ അത് ഇതായി വളഞ്ഞു പോയി. അത് നൂർക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നൂർക്ക്, ഇപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടാകണ്ട. അവിടുന്ന് പുള്ളി അകത്ത് കൊണ്ടുപോയി. അത് എനിക്കത് കാണാമായിരുന്നു. ഈ ബബിൾസ് ഇങ്ങനെ വിട്ട് തട്ടി നൂർക്കുന്നൊക്കെ എന്നെ കാണിച്ചു. ആ സമയത്ത് എനിക്ക് ആ നെഞ്ചിനകത്ത് വിമിഷ്ടം ഉണ്ടായി. ഞാൻ നാക്കിനടിയിൽ ഗുളിക ഇട്ടു. വൈഫ് പുറത്ത് നിൽപ്പുണ്ട് ഇത് കണ്ടോണ്ട്. പുള്ളിക്കാരനെ വിളിച്ചു, എനിക്കതാന്ന് പറഞ്ഞു. അതിട്ടു. ഇതിങ്ങനെ നൂർത്തെല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളി മേടിച്ചു 160. എല്ലാം കൂടെ 2 താഴെയായി അന്നേരം. അവിടുന്ന് ഇവിടെ വന്നു, വീട്ടിൽ വന്നു. അല്ല അന്നേരം പുള്ളി ചോദിച്ചു സ്റ്റെന്റ് ഇട്ട്. പുള്ളിക്ക് ഒരു ചെറിയ സംശയം. ഞാൻ പറഞ്ഞു 2 സ്റ്റെന്റ് ഇട്ടെന്ന് പറഞ്ഞു. ഇവിടെ 2 സ്റ്റെന്റ് ഇട്ട്. ഒറ്റ സ്റ്റെന്റേ കാണുന്നുള്ളൂ. അതേ പറ്റി പുള്ളി ചോദിക്കത്തില്ലല്ലോ എവിടെ 2. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് സൈലന്റ് ആയി. ഞാൻ 2 പറഞ്ഞപ്പോ. കാരണം ഡോക്ടേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡായി. ഒരാളെ ഇത് പറയത്തില്ല ഒരാള്. പിന്നെ പുള്ളി ആ സബ്ജക്റ്റേ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് നിവർത്തു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വിട്ടു. ആ കാര്യം കൊടുത്ത് ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്നു. ഒരു 5-6 മാസം ഇങ്ങനെ മരുന്ന് നോക്കി കഴിഞ്ഞ് ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് അതേ പഴയ സിംറ്റം. അപ്പൊ പിള്ളേരോട് ഇവരോടൊക്കെ പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും. അപ്പൊ എന്റെ മോൻ ഗൾഫിലാ. അപ്പൊ അവന്റെ കൂടെ പഠിച്ച അവന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ പുള്ളി കോലഞ്ചേരി മെഡിക്കൽ മിഷനിലുണ്ട്. പുള്ളിയോട് വിളിച്ചു പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മെഡിക്കൽ മിഷനിൽ ഒന്ന് പോകാം, എന്റെ ഒരു ബ്രദറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവിടെ കോലഞ്ചേരി പോകുന്നത്. അവിടെ ചെന്ന് അവരെല്ലാം നോക്കി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം പറഞ്ഞു ഇത് ഫസ്റ്റിലെ ബൈപ്പാസ് ചെയ്യേണ്ട കേസായിരുന്നു പറഞ്ഞു. ആദ്യമേ അത് ചെയ്യേണ്ടതായിരുന്നു. അവരിങ്ങനെ നീട്ടി സ്റ്റെന്റ് ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു എന്ന് പറഞ്ഞു. പുള്ളി നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 സ്റ്റെന്റ് ഇട്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എവിടെ 2 സ്റ്റെന്റ്? പിന്നെ ശാഖ പുള്ളി അങ്ങ് സൈലന്റ് ആയി. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ അതുണ്ട്. പുള്ളി പറഞ്ഞു 2 സ്റ്റെന്റ് ഒന്നും ഇട്ടിട്ടില്ല. ആ രീതിയിലൊക്കെ സംസാരിച്ചു. ഏതായാലും പുള്ളി പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ബൈപ്പാസ് ചെയ്യണം പറഞ്ഞു. ബൈപ്പാസ് ചെയ്തോളാൻ പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങളുടെ എല്ലാം അനുവാദം മേടിച്ച് ബൈപ്പാസ് ചെയ്തു. പിന്നെ ഇപ്പൊ എത്ര 1 വർഷം 2 വർഷമായി. അവിടെ എന്നാ അത്രയും കാശൊന്നും ആയില്ല. എത്രയായി നമുക്ക് 160 ആയുള്ളൂ ബൈപ്പാസ് ചെയ്തതിന്. ഇപ്പൊ എങ്ങനെയുണ്ട്? പിന്നെ ഇപ്പൊ ചെസ്റ്റ് പെയിനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടോ? ഇപ്പൊ എന്നാ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. നേരത്തെ അവസ്ഥ കമ്പയർ ചെയ്യുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇല്ല, പിന്നെ വന്നിട്ടില്ല. ആ അവസ്ഥ പിന്നെ ഉണ്ടായിട്ടില്ല. എന്റെ കാലം ഞരമ്പെടുത്ത് ബൈപ്പാസ് ചെയ്യുകയായിരുന്നു. ഓപ്പൺ സർജറി ആയിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അന്നേരം ശരിക്കും ഈ ലിസി ഹോസ്പിറ്റലിൽ ഈ 2 സ്റ്റെന്റ് ഇട്ടെന്ന് പറഞ്ഞ പൈസ തട്ടിയല്ലേ? സ്റ്റെന്റ് ഇട്ടെന്നുള്ളത് തെറ്റാണ്. ലിസി ഹോസ്പിറ്റലിൽ ശരിക്ക് തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇത്ര പ്രകാരം? ഇത് സഭയുടെയാന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുമല്ലോ. ഞാനിപ്പോ ഇത് കേട്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചിങ്ങനെ അവര് വലിയ അമ്മമാരും ഒക്കെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണല്ലോ. ഡീസന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കിതാ അനുഭവം. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ജോസ് ചാക്കോ പെരിപ്പുറത്തെ ഒന്നും കണ്ടില്ലേ?
ഇല്ല, അവരാരെയും കണ്ടില്ല. ഇവര് പറയാൻ ഞാൻ പറഞ്ഞല്ലേ, ഇവര് പറയുന്നിടത്തോട്ടല്ലേ നമ്മളെ വിടുകയുള്ളൂ. പുള്ളിയാണ് നമ്മുടെ ആൻജോഗ്രാമിന്റെ ആള്, ഇങ്ങേരാണ് അന്നേരത്തെ ഡ്യൂട്ടി പുള്ളിക്കാണ്, ജാബർ അബ്ദുള്ള കുട്ടി. അപ്പൊ പുള്ളിയാണ് കൺസൾട്ട് ചെയ്ത് തന്നെ. പറഞ്ഞാൽ അവർ കേൾക്കത്തില്ലല്ലോ. ആളിനെ കാണണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ നമുക്കൊരു MI ഒരു ചെസ്റ്റ് പെയിൻ വന്നു, CD അല്ലേ എന്റെ കയ്യിലുണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വന്നു, ഒരു പ്രാവശ്യം ഒരു ബ്ലോക്ക് ഉണ്ടായി, അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അല്ലെങ്കിൽ അത് കുറവായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈല് വീണ്ടും വളരെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും വളരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്ലാക്ക് ഒന്നടിയും, വീണ്ടും ബ്ലോക്ക് ഉണ്ടാവും, വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അന്നേരം ഒരു പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മൾ ലൈഫ് സ്റ്റൈല് ശ്രദ്ധിക്കുകയും ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും ബ്ലോക്ക് വരാം, അറ്റാക്ക് ഉണ്ടാകാം. ഉണ്ടാവും കാര്യം ശരിയാ. പിന്നെ ഇവിടെ ആശ്രയിച്ച് ചെന്നപ്പോഴും പുള്ളി പറഞ്ഞില്ല, ആ സ്റ്റെന്റ് ഇട്ടപ്പം ബോഡി ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, അത് ഇങ്ങനെ പറ്റിയിരുന്നു, അതുകൊണ്ടാണ് അത് മടങ്ങിപ്പോയെന്ന് പുള്ളി പറഞ്ഞു. അത് ഞങ്ങൾ അല്ല, ഈ പ്ലാക്ക് അടിയുവാൻ കാരണം അത് മാത്രമായിരിക്കത്തില്ല, ഇങ്ങനെയും. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെന്റ് ചെയ്തു അല്ലെ സർജറി ചെയ്തു കണ്ടിന്യൂ ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കണം. ഫുഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുണ്ടാവും. അതുണ്ടാവും. പക്ഷെ നമ്മൾ ആ രീതിയിലൊക്കെയാ പോയിക്കൊണ്ടിരുന്നത്. പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവര് ചെന്നപ്പോ ഇവര് പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റിലെ ബൈപ്പാസ് ചെയ്യേണ്ട കേസ് ആയിരുന്നെന്ന് അവര് പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ. ഈ ലെഫ്റ്റ് ആർട്ടറി, അതായത് ലെഫ്റ്റ് ആർട്ടറിയിലാണ് ബ്ലോക്ക് എങ്കിൽ സാധാരണ കൂടുതലും അതാണെങ്കിലാണ് സാധാരണ ഇവർ ബൈപ്പാസ് ചെയ്യുന്നത്. നമ്മുടെ ലെഫ്റ്റ് ആർട്ടറിയിലായിരുന്നു. എവിടെയായിരുന്നു നമ്മുടെ ബ്ലോക്ക് ഉണ്ടായിരുന്നത്? എന്റെ റൈറ്റ് ആണെന്നല്ലേ അത് പറഞ്ഞു, റൈറ്റ് ആർട്ടറി. അതുകൊണ്ടാ രക്ഷപ്പെട്ടതെന്നാ പറഞ്ഞത്. അല്ലാതെ അല്ലെങ്കിൽ തട്ടിപ്പോയെന്ന് പറഞ്ഞു. റൈറ്റ് ആയിരുന്നോണ്ട് ഇത്രയും പിടിച്ചു നിന്നു, ആ രീതിയിലാ അവര് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ പോയേനെന്ന് പറഞ്ഞു. കാരണം എന്നിട്ട് ഒരു ചെറിയ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. മൈൽഡ് ഉണ്ടായി കാണും. മൈൽഡ് അറ്റാക്ക് ഉണ്ടായതാ. നമ്മൾ അന്ന് ചെസ്റ്റ് പെയിൻ ആയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ? അതെ, നേരെ ഉണ്ടായി കാണും. അന്നേരം പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ത്രോംബോലൈസ് വല്ലതും ചെയ്തായിരുന്നോ? ഇല്ല, അന്ന് ഒരു ഇഞ്ചക്ഷൻ ആണത്, ഇഞ്ചക്ഷൻ തന്നെ തോന്നുന്നു. കാരണം ക്ലോട്ട് അലിയാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ത്രോംബോലൈസ് ചെയ്യാന്ന് പറയും. ത്രോംബോലൈസ് ചെയ്തിരുന്നോ? തന്നെ തോന്നുന്നു, ഒരു ഇഞ്ചക്ഷൻ തന്നെ തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്നേരം രക്ഷപ്പെട്ടത്. അതെ, റിപ്പോർട്ട് കണ്ടപ്പോ എനിക്കും തോന്നിയടാ, ഇവര് ചതിക്കുകയായിരുന്നല്ലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ലിസി ആശുപത്രി നടത്തിയ സ്റ്റെന്റ് തട്ടിപ്പിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് MK ചെറിയാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.